പണ്ട് 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 ധർമ്മപുരം എന്നൊരു രാജ്യത്ത് ചാരുസിംഹൻ എന്ന പേരായ ഒരു രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹം വളരെ നീതിമാനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം ഒരു സത്യവ്രതനുമായിരുന്നു. സത്യവ്രതൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സത്യം മാത്രമേ പറയുകയുള്ളൂ, അത് മാത്രമേ ചെയ്യുകയുമുള്ളൂ. അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞിട്ട് കുറേ കാലം മക്കളുണ്ടായിരുന്നില്ല. പിന്നീട് ഒരുപാട് പ്രാർത്ഥനകൾക്കും മരുന്നുകൾക്കും ഒക്കെ ശേഷമാണ് അദ്ദേഹത്തിന് ആൺമക്കളുണ്ടാകുന്നത്. 2 ആൺമക്കൾ. മൂത്ത മകനേക്കാളും 1 വയസ്സ് ഇളയതായിരുന്നു രണ്ടാമത്തെ മകൻ. മൂത്ത മകന് അദ്ദേഹം സിദ്ധരാമൻ എന്നും രണ്ടാമത്തെ മകന് അദ്ദേഹം ജഗത് സിംഹൻ എന്നും പേരിട്ടു. വളരെ ഓമനിച്ച് അദ്ദേഹം തൻ്റെ മക്കളെ വളർത്തി. രാജാവും രാജ്ഞിയും മക്കളും കൂടെ അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞു വരവേ അയൽ രാജ്യത്തെ രാജാവ് ഈ ധർമ്മപുരം വന്ന് ആക്രമിച്ചു. വളരെ ഘോരമായ യുദ്ധം നടന്നു. ഈ യുദ്ധത്തിൽ ചാരുസിംഹ രാജാവിൻ്റെ സൈന്യം തോറ്റു. അദ്ദേഹത്തിന് തൻ്റെ രാജ്യം ഉപേക്ഷിച്ച് ഭാര്യയെയും മക്കളെയും കൂട്ടി അവിടെ നിന്ന് ഒളിച്ചോടി പോകേണ്ടി വന്നു. മക്കൾ ചെറിയ കുട്ടികളായിരുന്നല്ലോ. അവരെ എടുത്തുകൊണ്ട് ഈ രാജാവും രാജ്ഞിയും കൂടെ ഓടി അവിടുന്ന് രക്ഷപ്പെട്ടു. മറ്റൊരു രാജ്യത്ത് ചെന്നു. രാജാവിന് ഒരു തൊഴിലും വശമില്ല. അദ്ദേഹം പ്രജാവത്സലനായിരുന്നു, നല്ല രാജാവായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭക്ഷണം കഴിക്കണമെങ്കിൽ ജോലി ചെയ്യണം. രാവിലെ പുറത്തിറങ്ങി നാടൊട്ടുക്കും നടന്ന് കിട്ടുന്ന ജോലി എന്തും ചെയ്ത് മക്കളെയും ഭാര്യയും പോറ്റാനുള്ള പണം അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. പല ദിവസങ്ങളിലും അദ്ദേഹത്തിന് ജോലിയൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. അന്ന് വീട്ടിൽ പട്ടിണിയായിരിക്കും. വളരെ ബുദ്ധിമുട്ടി രാജാവും രാജ്ഞിയും മക്കളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടു പോന്നു. രാജകുമാരന്മാരായിട്ട് വളർന്ന കുഞ്ഞുങ്ങളാണ്. അവരെ ഇങ്ങനെ പട്ടിണിക്കിടുന്നത് അവർക്ക് 2 പേർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. മാത്രമല്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും പറ്റുന്നില്ല. ഭക്ഷണത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, വല്ലപ്പോഴുമെങ്കിലുമൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം കൊടുക്കാനേ പറ്റുന്നില്ല. രാജകൊട്ടാരത്തിലായിരുന്നെങ്കിൽ കുട്ടികളെ നല്ല ഒരു ഗുരുവിൻ്റെ അടുത്തയച്ച് അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു. എല്ലാ വിദ്യകളിലും അവരെ പ്രാവീണ്യമുള്ളവരാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അഷ്ടിക്ക് തന്നെ വാകയില്ല. പിന്നെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും? രാജാവിനിത് വളരെ ദുഃഖമായി തീർന്നു. അങ്ങനെ അദ്ദേഹം ഭാര്യയുമായിട്ട് കൂടി ആലോചിച്ച് ഒരു ഗുരുവിനെ ചെന്ന് കണ്ടു. ആ ഗുരുവിൻ്റെ പേര് ഉപാധ്യായൻ എന്നായിരുന്നു. അദ്ദേഹം ഇന്ദ്രജാല വിദ്യയിലും മന്ത്രവിദ്യയിലും ഒക്കെ വളരെ പ്രഗത്ഭനായൊരു അധ്യാപകനായിരുന്നു. ഈ അധ്യാപകൻ്റെ അടുത്ത് തൻ്റെ 2 മക്കളെയും കൊണ്ട് രാജാവ് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇവരെ ഇവിടെ പഠിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഉപാധ്യായൻ ഒന്നും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുകയില്ല. അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള കൂലി കൊടുക്കണം. പക്ഷേ ചാരുദത്തൻ എന്ന ഈ മുൻ രാജാവിൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ പോലുമില്ല. അദ്ദേഹം ഉപാധ്യായൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, എൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിക്കണം. പക്ഷേ കാല് പിടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അങ്ങനെ ഉപാധ്യായനുമായിട്ട് കുറേ നേരം സംസാരിച്ചതിന് ശേഷം ചാരുദത്തൻ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. തനിക്ക് 2 ആൺമക്കളാണല്ലോ, അവരെ 2 പേരെയും ഉപാധ്യായൻ പഠിപ്പിക്കണം. പഠിപ്പിച്ചിട്ട് 2 പേരിൽ ഒരാളെ ഉപാധ്യായൻ എടുത്തിട്ട് മറ്റേ ആളെ തിരിച്ച് ചാരുദത്തിന് തന്നെ കൊടുക്കണം. അങ്ങനെയെങ്കിലും തൻ്റെ കുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടുമല്ലോ എന്നാണ് ഈ പിതാവ് വിചാരിച്ചത്. അങ്ങനെ അദ്ദേഹം 2 മക്കളെയും ഉപാധ്യായനെ ഏൽപ്പിച്ചിട്ട് തിരിച്ചുപോയി. തൻ്റെ ഭാര്യയോടൊപ്പം വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം ജീവിച്ചു. കുട്ടികൾ 2 പേരും ഈ ഗുരുവിൻ്റെ ഒപ്പം ഗുരുകുലത്തിൽ താമസവുമായി. കുറച്ച് ദിവസം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുവിന് മനസ്സിലായി ഈ ജയത് സിംഹൻ മിടുക്കനാണ്, ഇളയ മകനായ ജയത് സിംഹൻ. അതേസമയം മൂത്ത മകനായ സിദ്ധാരാമൻ അത്ര മിടുക്കനൊന്നുമല്ല. അവന് പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വളരെ പതുക്കെ കാര്യങ്ങൾ അവന് പിടികിട്ട് വരികയുള്ളൂ. അപ്പോൾ അദ്ദേഹം അവനെ ആട് മേയ്ക്കാൻ നിയോഗിച്ചു. അടുക്കളപ്പണി ചെയ്യുക, ആടുകളെ മേയ്ക്കുക, വിറക് കൊണ്ടുവരിക തുടങ്ങിയ പണികൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അവന് ഒരക്ഷരം പോലും പറഞ്ഞു കൊടുക്കാതിരിക്കുകയും ചെയ്തു. അതേസമയം ബുദ്ധിമാനായ ജയത് സിംഹന് അദ്ദേഹം എല്ലാ വിദ്യകളും പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും ജയത് സിംഹൻ മനഃപ്പാഠമാക്കി. സത്യത്തിൽ ഗുരുവിനേക്കാളേറെ മിടുക്കനായി തീർന്നു ജയത് സിംഹൻ. എന്നാൽ തൻ്റെ സഹോദരൻ ഒന്നും പഠിക്കാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന് വളരെ വിഷമവും ഉണ്ടായിരുന്നു. ഗുരു തൻ്റെ പിതാവിനോട് വാഗ്ദാനം ചെയ്തതനുസരിച്ച് 2 പേരെയും പഠിപ്പിക്കേണ്ടതാണല്ലോ എന്ന് ജയത് സിംഹൻ എപ്പോഴും വിചാരിക്കും. പക്ഷേ ഗുരുവിനോട് അത് തുറന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന് മടിയായിരുന്നു. ഗുരുവാണെങ്കിൽ സിദ്ധാരാമനെ പഠിപ്പിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചതുപോലുമില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഗുരുപത്നിയോട് സംസാരിക്കുന്നത് ജയത് സിംഹൻ കേട്ടു. ഗുരു പറഞ്ഞത് കുറേ കാലം കൂടെ കഴിയുമ്പോൾ ഈ ചാരുദത്തൻ തിരിച്ചു വരും, മക്കളെ വാങ്ങാൻ വേണ്ടി തിരിച്ചു വരും. അപ്പോൾ ഞാൻ ജയത് സിംഹനെ പഠിക്കാൻ അത്ര മിടുക്കില്ലാത്ത കുട്ടികളുടെ കൂടെ ഇരുത്തുകയും സിദ്ധാരാമനെ എൻ്റെ മിടുക്കരായ കുട്ടികളുടെ കൂടെ ഇരുത്തുകയും ചെയ്തിട്ട് സിദ്ധാരാമൻ മിടുക്കരാണ്, അതുകൊണ്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ചാരുദത്തിന് കൊടുക്കും. പകരം ജയത് സിംഹനെ ഞാൻ എടുക്കുകയും ചെയ്യും. ഇത് കേട്ട
ജയത്സിംഹന് വലിയ സങ്കടമായി. തൻ്റെ പിതാവിനെ പറ്റിക്കാനാണ് ഗുരു നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അവന് മനസ്സിലായി. എങ്ങനെയെങ്കിലും പിതാവിനെ സഹായിക്കണം. പിതാവ് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഒരു കാലത്ത് രാജാവായിരുന്ന ആളാണ്. ഇപ്പോൾ കൂലിപ്പണി ചെയ്ത് കാലം നീക്കുകയാണ്. മക്കളെ രണ്ടുപേരെയും വളർത്താൻ ഗതിയില്ലാതെ ഇവിടെ കൊണ്ടുവിട്ടതാണ്. സിദ്ധാരാമന് അത്യാവശ്യം വിദ്യാഭ്യാസമെങ്കിലും ഗുരു ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം അവനൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അവനെ കൊണ്ട് കഠിനമായി ജോലി ചെയ്യിപ്പിക്കുന്നുമുണ്ട്. ഇതൊക്കെ ഓർത്തിട്ട് ജയസിംഹിന് വലിയ സങ്കടമായി. തൻ്റെ പിതാവിനെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റിയൊരു തക്കം നോക്കി ജയസിംഹൻ അങ്ങനെ കാത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരു അവന് പറഞ്ഞു കൊടുത്തതും അതിനേക്കാൾ ഉപരി ഗുരുവിൻ്റെ ഗ്രന്ഥശാലയിലെ ഗ്രന്ഥങ്ങളിലുള്ള വിദ്യകളും ഒക്കെ അവൻ പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പഠിച്ച കൂട്ടത്തിൽ അവന് വേഷം മാറാനുള്ള വിദ്യ പിടികിട്ടി. എന്നിട്ട് ഒരു ദിവസം ഗുരുവും പത്നിയും കൂടെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരും അറിയാതെ ഇവനൊരു പക്ഷിയായിട്ട് വേഷം മാറി പറന്ന് തൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിലെത്തി. എന്നിട്ട് പിതാവിൻ്റെ കിടക്കയിൽ ചെന്നിരുന്ന് പതുക്കെ ഒരു ശബ്ദം ഉണ്ടാക്കി. തൻ്റെ കിടക്കയുടെ അടുത്തിരുന്ന് ഒരു പക്ഷി കരയുന്നത് കേട്ടിട്ട് ചാരുസിംഹൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു കിളി കിടക്കയിലിരിക്കുന്നത് കണ്ടു. അത് പെട്ടെന്ന് വേഷം മാറി ഒരു യുവാവായിട്ട് മാറി. അവൻ പറഞ്ഞു, അച്ഛാ, അങ്ങ് പേടിക്കണ്ട, ഞാൻ അങ്ങയുടെ മകനായ ജയത്സിംഹനാണ്. പിതാവിന് വലിയ സന്തോഷമായി. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഗുരുവിനെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. തൻ്റെ മകൻ ഇത്ര വലുതായി. മാത്രമല്ല ഒരു പക്ഷിയുടെ വേഷം ധരിച്ച് പറന്ന് തൻ്റെ അടുത്തെത്താനും മാത്രമുള്ള വിദ്യകളൊക്കെ അവൻ പഠിച്ചും കഴിഞ്ഞു. അദ്ദേഹം അവനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ അമ്മയ്ക്കും വലിയ സന്തോഷമായി. അപ്പോൾ മകൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇത്ര അത്യാവശ്യമായിട്ട് അങ്ങയെ കാണാൻ വന്നതിനൊരു കാരണമുണ്ട്. ഗുരു അങ്ങയെ ചതിക്കും. അങ്ങ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളിൽ ഒരാളെ തിരിച്ചു വാങ്ങാൻ വേണ്ടി ഗുരുവിൻ്റെ അടുത്ത് വരുമല്ലോ. അപ്പോൾ ഗുരു പറയും, ജയത്സിംഹൻ വളരെ മണ്ടനാണ്, അതുകൊണ്ട് അവനെ ഞാൻ എടുത്തുകൊള്ളാം. പകരം മിടുക്കനായ സിദ്ധാരാമനെ അങ്ങ് എടുത്തുകൊള്ളൂ എന്ന്. അപ്പോൾ അങ്ങ് പറയണം, വേണ്ട, സാരമില്ല, മിടുക്കനായ സിദ്ധാരാമനെ അങ്ങ് തന്നെ എടുത്തുകൊള്ളൂ. ഞാൻ ഇപ്പം വളരെ കഷ്ടസ്ഥിതിയിലാണ്. ഇത്ര മിടുക്കനായ ഒരാൾ എൻ്റെ കൂടെ വന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് പഠിക്കാൻ അത്ര മിടുക്കനൊന്നുമല്ലാത്ത ജയത്സിംഹനെ എൻ്റെ കൂടെ വിട്ടേക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെയും വിളിച്ചുകൊണ്ട് പോരണം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മോനെ, ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയാവുമോ? ഞാൻ ഗുരുവിനെ ചതിക്കുന്നത് പോലെ ആകുകയില്ലേ അങ്ങനെ ചെയ്താൽ? അപ്പം മകൻ പറഞ്ഞു, അച്ഛാ, ഇതിനകത്തിൽ ചതിയുടെ കാര്യമൊന്നുമില്ല. ഗുരു ചെയ്യുന്നത് ശരിയല്ല. അദ്ദേഹം അങ്ങയുടെ വാക്ക് പറഞ്ഞതാണ്, 2 മക്കളെയും പഠിപ്പിക്കാം, അതിലൊരാളെ എടുത്തിട്ട് ഒരാളെ തിരിച്ചു തരാമെന്ന്. അദ്ദേഹം സിദ്ധാരാമനെ പഠിപ്പിച്ചിട്ടേ ഇല്ല. അത് അദ്ദേഹം ചെയ്ത് തെറ്റാണ്. മാത്രമല്ല ഇക്കാര്യം ഇങ്ങനെ പറയുന്നത് കൊണ്ട് അങ്ങ് കള്ളം പറയുന്നതായിട്ട് വരുന്നില്ല. ഞാൻ പറയുന്നത് പോലെ ഗുരുവിനോട് പറയുന്നു എന്നല്ലേ ഉള്ളൂ. എന്തായാലും അങ്ങ് വന്ന് നോക്കൂ, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്ക്, നമുക്ക് എന്താ പറ്റുന്നതെന്ന് അറിയാമല്ലോ. അങ്ങനെ ഇതും പറഞ്ഞിട്ട് ജയത്സിംഹൻ വീണ്ടും ഒരു പക്ഷിയായിട്ട് മാറി പറന്നുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചാരുദത്തൻ ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് ചെന്നു. ചെല്ലുന്ന കാര്യം നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപാധ്യായൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വളരെ മിടുക്കന്മാരായ കുറേ കുട്ടികളെ മാറ്റിയിരുത്തി അവർക്ക് മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ചുമതല കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ സിദ്ധാരാമനെ നല്ല ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് കൊണ്ടുവന്നിരുത്തി. എന്നിട്ട് ചാരുസിംഹനോട് പറഞ്ഞു, നോക്കൂ, അങ്ങയുടെ മകനായ സിദ്ധാരാമൻ വളരെ മിടുക്കനാണ്. അവനെ ഞാനിപ്പോൾ മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് അവൻ നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ജയത്സിംഹൻ പഠിക്കാൻ അത്ര പോരാ. അതുകൊണ്ട് അവനിപ്പോഴും മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇരുന്ന് ആദ്യ പാഠങ്ങളൊക്കെ പഠിക്കുന്നതേ ഉള്ളൂ. അവന് കുറേ കൂടെ വിദ്യാഭ്യാസം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അവനെ ഞാൻ എൻ്റെ കൂടെ നിർത്തിക്കോളാം. അവൻ എൻ്റെ കൂടെ നിന്ന് കുറേ കാര്യങ്ങളും കൂടെ പഠിക്കട്ടെ. നിങ്ങൾ സിദ്ധാരാമനെ കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ ചാരുസിംഹൻ പറഞ്ഞു, അത് വേണ്ട ഗുരു, അങ്ങ് ഇത്ര കാലം പഠിപ്പിച്ചിട്ടും ജയത്സിംഹൻ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അവൻ ഇനിയും പഠിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ടുപോയിക്കൊള്ളാം. ഇത്ര ബുദ്ധിമാനായ സിദ്ധാരാമനെ ഞാൻ കൊണ്ടുപോയതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഞാനൊരു പാവപ്പെട്ടവനാണിപ്പോൾ, കൂലിപ്പണിക്കാരനാണ്. ഒരു കൂലിപ്പണിക്കാരൻ്റെ വീട്ടിൽ ഒരു മുത്ത് കൊണ്ടുവച്ചുകൊണ്ട് കാര്യമില്ല. ആ മുത്ത് വയ്ക്കേണ്ടത് ഒരു സ്വർണ്ണമാലയിലാണ്. അതുകൊണ്ട് അങ്ങ് തന്നെ അവനെ എടുത്തോളൂ, ഞാൻ ജയത്സിംഹനെ കൊണ്ടുപോയിക്കൊള്ളാം. ഇതും പറഞ്ഞുകൊണ്ട് ഈ ചാരുദത്തൻ തൻ്റെ ഇളയ മകനായ ജയത്സിംഹനെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഗുരുവിന് ഇത് വലിയ വിഷമമായിപ്പോയി. സിദ്ധാരാമനെ തിരിച്ചു കൊടുത്തിട്ട് ജയത്സിംഹനെ സ്വന്തമാക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഗുരു. ഇങ്ങനെ ചാരുദത്തൻ പറയണമെങ്കിൽ അതിൽ എന്തോ കാര്യമുണ്ട് എന്ന് ഗുരുവിന് മനസ്സിലായി. ചാരുദത്തൻ വെറുതെ ഇങ്ങനെ വന്ന് പറയുകയില്ല. അദ്ദേഹത്തിന് ആരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ജയത്സിംഹൻ അല്ലാതെ മറ്റാരുമാകാൻ സാധ്യതയില്ല. ജയത്സിംഹന് ഒരുപാട് കഴിവുകളുണ്ട്. തനിക്ക് അറിയാൻ വയ്യാത്ത കഴിവുകൾ പോലും അവനുണ്ട്. അവന് കൂട് വിട്ട് കൂട് മാറാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവൻ വേഷം മാറിപ്പോയി തൻ്റെ പിതാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതായിരിക്കണം എന്ന് ഗുരുവിന് മനസ്സിലായി. ഏത് വിധേനയും ജയത്സിംഹനെ താൻ വീണ്ടും സ്വന്തമാക്കും എന്ന് അപ്പോൾ തന്നെ ഈ ഗുരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. എന്തായാലും ചാരുദത്തൻ തൻ്റെ മകനെയും കൂട്ടി താമസ സ്ഥലത്തെത്തി.
രാത്രിയായി. ജയസിംഹന് നന്നായിട്ട് വിശന്നു. അദ്ദേഹം ചോദിച്ചു, അച്ഛാ എനിക്ക് വല്ലാതെ വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാനുണ്ടോ? അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ ഇവിടെ ഒന്നുമില്ല, നാളെ രാവിലെ ആകട്ടെ കുഞ്ഞെ, ഞാൻ പുറത്ത് പോയി എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ചിട്ട് നിനക്ക് ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവരാം. അപ്പം അവൻ അമ്മയോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അമ്മയും പട്ടിണിയാണോ? അച്ഛൻ മാത്രമാണോ കഴിക്കാതിരിക്കുന്നത്, അതോ അമ്മയ്ക്കും ഭക്ഷണം ഇവിടെ ഒന്നും ഇല്ലേ? അപ്പം അമ്മ പറഞ്ഞു, ഇല്ല, ഇന്ന് ഇവിടെ ഭക്ഷണമൊന്നുമില്ല. ജയസിംഹന് വലിയ സങ്കടം തോന്നി. തൻ്റെ മാതാപിതാക്കളെ എത്ര വലിയ നിലയിൽ നിന്നാണ് ഇങ്ങനെ ആയത് എന്ന് അവന് വലിയ ദുഃഖം തോന്നി. അതുകൊണ്ട് അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാനൊരു കാര്യം പറയാം, അതുപോലെ അങ്ങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ നാളെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ഒരു പൂവൻ കോഴിയായിട്ട് വേഷം മാറാം. നമ്മുടെ രാജകൊട്ടാരത്തിൽ അതിവിശിഷ്ടമായൊരു പിടക്കോഴിയുണ്ട്. ആ പിടക്കോഴിക്ക് കൂട്ടിന് ഒരു പൂവൻ കോഴി വേണം എന്ന് രാജാവ് മോഹിക്കുന്നുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് കൂവാം. അപ്പോൾ എൻ്റെ കൂവൽ രാജകൊട്ടാരം വരെ കേൾക്കും. ഇങ്ങനെ കൂവുന്ന കോഴി എവിടെയാണെന്ന് അറിയാൻ വേണ്ടി രാജാവ് തൻ്റെ ഭടന്മാരെ വിടും. അവരെ വന്ന് അച്ഛനെ കണ്ടുപിടിച്ചിട്ട് ഈ കോഴിയെയും കൊണ്ട് രാജകൊട്ടാരത്തിൽ ചെല്ലാൻ പറയും. അങ്ങ് എന്നെ എടുത്തുകൊണ്ട് രാജകൊട്ടാരത്തിൽ ചെല്ലണം. രാജാവ് എന്നെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി അങ്ങയുടെ വില ചോദിക്കുമ്പോൾ അങ്ങ് 100 വരാഹൻ വേണം എന്ന് പറയണം. അതിലൊട്ടും കുറയ്ക്കരുത്. അങ്ങ് എന്നെ അവിടെ വിട്ടിട്ട് പോന്നോളൂ, ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു വന്നോളാം. അന്ന് ജയസിംഹൻ ഒരു പൂവൻ കോഴിയായിട്ട് വേഷം മാറിയിട്ട് രാവിലെ എഴുന്നേറ്റ് അവിടെ ഇരുന്ന് കൂവി. ആ കൂവൽ വളരെ ഉച്ചത്തിലുള്ള കൂവലായത് കാരണം രാജകൊട്ടാരത്തിൽ വരെ കേട്ടു. ഇത്ര ഉറക്ക കൂവുന്ന കോഴി എത്ര മിടുക്കനായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് രാജാവ് തൻ്റെ ഭടന്മാരെ വിട്ടു. കോഴിയെ കൊണ്ടുവരാൻ പറഞ്ഞു. ഭടന്മാർ അന്വേഷിച്ച് ചാരുദത്തൻ്റെ അടുത്തെത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കോഴിയാണോ ഇന്ന് രാവിലെ കൂവിയതെന്ന് ചോദിച്ചു. അപ്പോൾ ചാരുദത്തൻ പറഞ്ഞു, അത് എൻ്റെ വീട്ടിലെ കോഴിയാണ് രാവിലെ കൂവിയത്. അപ്പോൾ ഭടന്മാർ പറഞ്ഞു, ഉടൻ തന്നെ ആ കോഴിയെ എടുത്തുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് വരണം. അങ്ങനെ ചാരുദത്തൻ ആ കോഴിയെ എടുത്തുകൊണ്ട് രാജകൊട്ടാരത്തിലെത്തി. അതിനെ കണ്ടപ്പോഴേ രാജാവിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ രാജാവ് പറഞ്ഞു, കോഴി എനിക്ക് വേണം, ഇതിന് എന്ത് വില വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചാരുദത്തൻ പറഞ്ഞു, എനിക്ക് ഇതിന് 100 വരാഹൻ വേണം. രാജാവിന് അത്ര വലിയ വിലയായിട്ടൊന്നും തോന്നിയില്ല, കാരണം അത്ര നല്ല കോഴിയാണ്. അങ്ങനെ രാജാവ് 100 വരാഹൻ കൊടുത്തിട്ട് ഈ കോഴിയെ വാങ്ങിയിട്ട് ഒരു കൂട്ടിലടച്ചു. ഈ 100 വരാഹനും വാങ്ങിക്കൊണ്ട് ചാരുദത്തൻ വീട്ടിൽ പോയി അന്ന് തൻ്റെ ഭാര്യയെ ഏൽപ്പിക്കുകയും അങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്തു. കോഴിയായിട്ട് കൂട്ടിൽ കിടന്ന ജയസിംഹൻ കുറച്ച് ദിവസം അവിടെ കിടന്നു. ഈ കോഴിക്കൂടിന് ഇരുമ്പഴികളായത് കാരണം അത് മുറിച്ച് പുറത്തു വരാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കോഴിക്കൂട്ടിൽ കിടന്ന ജയസിംഹൻ ഒരു പെരിച്ചാഴിയായിട്ട് വേഷം മാറിയിട്ട് മണ്ണിനടിയിൽ കൂടി ഒരു മാള ഉണ്ടാക്കി തുരന്ന് പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. എന്നിട്ട് മനുഷ്യനായിട്ട് മാറി തൻ്റെ വീട്ടിലെത്തി. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് രാജാവ് പറഞ്ഞത് കൂട്ടിൽ കിടന്ന പൂവൻ കോഴിയെ കണ്ടില്ല എന്ന്. അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായിപ്പോയി. കൂടിൻ്റെ പൂട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ആരും പൊളിച്ചതായിട്ട് കാണുന്നില്ല. നോക്കുമ്പോൾ മണ്ണിനടിയിലൂടെ ഒരു പെരിച്ചാഴിയുടെ മാളം കണ്ടു. കോഴിക്കൂടിനുള്ളിൽ ഒരു പെരിച്ചാഴി കയറി കോഴിയെ പിടിച്ചുകൊണ്ട് പോയി കാണണം എന്ന് എല്ലാവരും ഊഹിച്ചു. എന്നാലും അതിൻ്റെ ഒരു തൂവലോ ഒരു തുള്ളി ചോരയോ ഒന്നും അവിടെ കാണാത്തത് കൊണ്ട് എല്ലാവർക്കും വലിയ അത്ഭുതമൊക്കെ തോന്നിയെങ്കിലും മറ്റൊരു പരിഹാരവും ഈ പ്രശ്നത്തിന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ചാരുസിംഹൻ്റെ കയ്യിലുണ്ടായിരുന്ന 100 വരാഹൻ തീരാറായി. പട്ടിണി അടുത്തടുത്ത് വരുന്നു. അപ്പോൾ ജഗത്സിംഹൻ പിതാവിനോട് പറഞ്ഞു, ഞാനൊരു പഞ്ചകല്യാണി കുതിരയാകാം. അച്ഛൻ കുതിരയെ നടത്തിയിട്ട് നമ്മുടെ നാട്ടിലുള്ള വലിയ ചെട്ടിയാറുടെ വീട്ടിൽ കൊണ്ടുചെല്ലണം. ചെട്ടിയാറുടെ മകൻ ഒരു വലിയ ആർഭാടക്കാരനാണ്. അവന് ഈ കുതിരയെ കണ്ടാൽ വിട്ടയക്കില്ല. അവൻ അങ്ങയോട് വില ചോദിക്കും. അപ്പോൾ അങ്ങ് 1000 വരാഹൻ ചോദിക്കണം. അത് കിട്ടിയാലേ കുതിരയെ വിൽക്കുകയുള്ളൂ എന്നങ്ങ് കട്ടായം പറയണം. പിറ്റേന്ന് ജയസിംഹൻ ഒരു പഞ്ചകല്യാണി കുതിരയായിട്ട് വേഷം മാറി. ചാരുസിംഹൻ ആ കുതിരയെ നടത്തിച്ച് വലിയ പട്ടണം ചെട്ടിയാറുടെ വീട്ടിലെത്തി. പട്ടണം ചെട്ടിയാറുടെ മകൻ ഒരു ആർഭാടക്കാരനായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവന് ഒരുപാട് പണം ആവശ്യമില്ലാതെ ചെലവഴിക്കുന്ന ഒരാളായിരുന്നു. ഈ ചെട്ടിയാറുടെ വീടെന്ന് പറഞ്ഞാൽ രാജകൊട്ടാരം പോലെ വലിയൊരു വീടായിരുന്നു. ആ കൊട്ടാരത്തിൻ്റെ മുന്നിലുള്ള റോഡിലൂടെയാണ് ചാരുസിംഹൻ ഈ കുതിരയെ നടത്തിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ചെട്ടിയാറുടെ മകൻ സ്വാഭാവികമായിട്ടും കുതിരയെ കണ്ടു. അവൻ കുതിരയെ വേണമെന്ന് പറഞ്ഞിട്ട് താഴെ ഇറങ്ങി വന്നു. വില വേശാൻ തുടങ്ങി. അപ്പോൾ ചാരുസിംഹൻ പറഞ്ഞു, എന്ത് പറഞ്ഞാലും 1000 വരാഹം കിട്ടാതെ ഞാൻ ഈ കുതിരയെ വിൽക്കുകയില്ല. പക്ഷേ അന്നൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഗുരുവായ ഉപാധ്യായൻ അന്ന് ഈ ചെട്ടിയാറുടെ വീട്ടിൽ വിരുന്ന് വന്നിട്ടുണ്ട്. ചെട്ടിയാറുടെ മകൻ ഈ കുതിരയ്ക്ക് വില പേശിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉപാധ്യായൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഈ കുതിരയുടെ ഭംഗിയും അതിൻ്റെ ഭാവവും ഒക്കെ കണ്ടപ്പോഴേ ഇത് ഒരു സാധാരണ കുതിരയല്ല എന്ന് ഗുരുവിന് മനസ്സിലായി. കൂടെ നിൽക്കുന്ന ചാരുസിംഹനെ കൂടെ കണ്ടതോടെ ഗുരുവിന് കാര്യം ഉറപ്പായി. ഇത് ജയസിംഹൻ തന്നെയാണ്. ചെട്ടിയാരോട് ഗുരു ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ മകന് ഈ കുതിരയെ വാങ്ങണ്ട. ഇത് ഒരു പ്രത്യേക തരം കുതിരയാണ്. നിങ്ങളുടെ മകനെങ്ങാണ് ഈ കുതിരപ്പുറത്ത് കയറുവാണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു പോവുകയുള്ളൂ. അത്രയ്ക്ക് ഭയങ്കരനായൊരു കുതിരയാണിത്. പക്ഷേ എനിക്ക് ഈ കുതിരയെ വാങ്ങണമെന്നുണ്ട്. എൻ്റെ മന്ത്രവിദ്യകൾക്ക് ഈ കുതിര ഉപകരിക്കും. അതുകൊണ്ട് എനിക്ക് തൽക്കാലം 1000 വരാഹൻ കടം തരണം. ഞാൻ പിന്നീട് അത് തിരിച്ചു തന്നോളാം.
ഗുരു ചോദിച്ചതല്ലേ. ചെട്ടിയാർ അപ്പം തന്നെ 1000 വരാഹം എടുത്ത് ഗുരുവിന് കൊടുത്തു. അങ്ങനെ ഈ ഗുരു ഈ 1000 വരാഹം കൊണ്ടുവന്ന് ചാരുദത്തിന് കൊടുത്തിട്ട് ഈ കുതിരയെ വാങ്ങി. ഗുരു 1000 വരാഹനും കൊണ്ട് വരുന്ന കണ്ടപ്പോഴേ ചാരുദത്തിന് ആകെ വിഷമമായിപ്പോയി. 1000 വരാഹം തന്നാൽ കുതിരയെ വിൽക്കുമെന്ന് പറഞ്ഞും പോയി. ഇനിയിപ്പോൾ 1000 വരാഹം കൊണ്ട് വന്ന ഇയാൾക്ക് കുതിരയെ വിൽക്കാതെ നിവർത്തിയുമില്ല. തൻ്റെ മകനെ രക്ഷിച്ചു കൊള്ളണേ എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹം ആ കുതിരയെ ആചാര്യനെ കൈമാറി. എന്നിട്ട് അതേ പ്രാർത്ഥനയോടെ കൂടെ തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആചാര്യൻ്റെ ഉടൻ തന്നെ കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി. അയാൾ തൻ്റെ പുറത്തേക്ക് ചാടിക്കയറിയപ്പോഴേ തന്നെ നശിപ്പിക്കാനുള്ള ഉപായമാണ് ഇത് എന്ന് ജഗത് സിംഹിന് മനസ്സിലായി. അയാളുടെ പിടിയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ജഗത് സിംഹൻ പല രീതിയിൽ ചാടിത്തുള്ളി നോക്കി. എന്തൊക്കെ ചെയ്തിട്ടും ആചാര്യൻ ആ കുതിരപ്പുറത്ത് പിടിച്ചിരുന്നതേ ഉള്ളൂ. ഉടൻ തന്നെ ജഗത് സിംഹൻ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി വട്ടം ചുറ്റി. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഗുരു അവൻ്റെ കുഞ്ചുരോമങ്ങളിൽ പിടിച്ചിരുന്നതല്ലാതെ കടുകിട പിന്മാറിയില്ല. ഇത് കണ്ടുകൊണ്ടിരുന്ന ചെട്ടിയാർ ആകെ പേടിച്ചു പോയി. തൻ്റെ മകൻ ഈ കുതിരയെ വാങ്ങിയിരുന്നെങ്കിൽ താഴെ വീണ് മരിച്ചു പോകുമായിരുന്നു എന്ന് അയാൾക്ക് ഉറപ്പായി. അങ്ങനെ ഈ പുറത്ത് കയറിയ ആചാര്യനെ പുറത്തുനിന്ന് തള്ളിയിടാൻ വേണ്ടി ജഗത് സിംഹൻ പല വിദ്യകൾ പ്രയോഗിച്ചിട്ടും അയാൾ കുഞ്ചുരോമങ്ങളിൽ തന്നെ പിടിച്ച് അങ്ങനെ ഇരുന്നു. ഭൂമിയിലും അന്തരീക്ഷത്തിലും കൊടുമുടികളിലും മലകളിലും ഒക്കെ ഓടി ഓടി കുതിരയും ആകെ ക്ഷീണിച്ച് വല്ലാതായി. അവസാനം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ആചാര്യനെ പുറത്ത് വെച്ചുകൊണ്ട് തന്നെ കുതിര ഒരു വലിയ തടാകത്തിലിറങ്ങി. ഈ കുതിരപ്പുറത്ത് പിടിച്ചിങ്ങനെ ഇരുന്ന് ആചാര്യനും ആകെപ്പാടെ ക്ഷീണിച്ചു പോയിരുന്നതുകൊണ്ട് അദ്ദേഹവും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞ സമയം കൊണ്ട് ഈ കുതിര പെട്ടെന്ന് ഒരു മീനായിട്ട് വെള്ളത്തിലൂടെ നീന്തി അങ്ങ് രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഗുരു ആകെപ്പാടെ അബദ്ധക്കാരനായിപ്പോയി. എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ടുപോകാമെന്ന് കരുതിയതാണ്. പക്ഷെ അവനെ കിട്ടിയില്ല. പക്ഷെ മീനായിട്ട് അവനെ അങ്ങനെ രക്ഷപ്പെടാൻ വിടുന്നില്ല എന്ന് കരുതിയിട്ട് ഈ ഗുരു ഉടൻ തന്നെ ആ തടാകത്തിന് ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി. വലിയ അറിവുള്ളൊരു ഗുരു ഇങ്ങനെ വിളിക്കുമ്പോൾ നാട്ടുകാരൊക്കെ ഓടി വരുമല്ലോ. അവരോട് അദ്ദേഹം പറഞ്ഞു, ഈ കുളം ശരിയായൊരു കുളമല്ല നിൽക്കുന്നത്, ഇതിനകത്തിലെ മീനുകളൊക്കെ വളരെ അപകടകാരികളാണ്, അതുകൊണ്ട് ഇപ്പം തന്നെ ഈ കുളം വറ്റിച്ച് ഈ മീനുകളെ മുഴുവൻ പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ട് ജനങ്ങളെല്ലാം കൂടെ ഓടി വന്ന് മീനുകളെ പിടിക്കാൻ തുടങ്ങി. ഒരു വലിയ വലകൾ കൊണ്ടുവന്ന് വീശിയിട്ട് മീനുകളെല്ലാം പിടിച്ച് കൊന്നു തുടങ്ങി. അപ്പോൾ ഇവിടെ തനിക്ക് അഭയം പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ജഗത് സിംഹൻ ഒരു പോത്തിൻ്റെ വേഷത്തിൽ ആ വെള്ളം കലക്കി മറിച്ചുകൊണ്ട് ഓടി അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ ആചാര്യൻ ഒരു കയറെടുത്തുകൊണ്ട് ഓടി വന്നിട്ട് ഈ പോത്തിൻ്റെ പുറകെ ഓടി ഒരു മരത്തിൽ പിടിച്ച് കെട്ടി. എന്നിട്ട് ഒരു വടി എടുത്തുകൊണ്ട് തന്നെ അടിക്കാൻ തുടങ്ങി. അടിച്ച് അതിനെ ശരിപ്പെടുത്തി അവിടുന്ന് ഒരു വിധത്തിൽ വലിച്ച് തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുവന്നാണ് കരുതിയത്. അപ്പോൾ പെട്ടെന്ന് ഒരു പഞ്ചവർണ്ണ കിളിയായിട്ട് മാറിയിട്ട് ഈ ജഗത് സിംഹൻ അവിടുന്ന് പറന്ന് രക്ഷപ്പെട്ടു. യാതൊരു കാരണവശാലും ഇവനെ ഇനി ജീവിക്കാൻ അനുവദിക്കുകയില്ല, ഇവനെ കൊന്നു കളയണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ഗുരു വലിയൊരു പരുന്തായിട്ട് വേഷം മാറിയിട്ട് ഈ പഞ്ചവർണ്ണക്കിളിയുടെ പിന്നാലെ പോകാൻ തുടങ്ങി. പഞ്ചവർണ്ണക്കിളിയാണെങ്കിൽ ഈ പരുന്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം പറന്നു നോക്കി. പക്ഷെ തൊട്ട് പിന്നാലെ അത് വരുന്നുണ്ട്. അതിൻ്റെ വലിയ ചിറകുകൾ വീശുന്ന ശബ്ദം ദൂരെ ദിക്കിപ്പോലും കേൾക്കാൻ പറ്റുന്നുണ്ട്. അവസാനം പഞ്ചവർണ്ണക്കിളി രക്ഷയില്ലാതെ രാജകൊട്ടാരത്തിൽ ചെന്നിട്ട് രാജകുമാരിയുടെ കിടപ്പുമുറിയിലേക്ക് ജനലിനിടെ കൂടെ ഊർന്നകത്ത് കയറി. എന്നിട്ട് അവളുടെ മടിയിൽ പോയി വീണു. നല്ല ഭംഗിയുള്ളൊരു പഞ്ചവർണ്ണക്കിളി പെട്ടെന്ന് തൻ്റെ മടി വന്ന് വീണപ്പോൾ ഈ രാജകുമാരി അത്ഭുതപ്പെട്ടു പോയി. അവർ നോക്കുമ്പോൾ ഒരു പരുന്ത് തൊട്ട് പിന്നാലെ ഉണ്ട്. അവർ പെട്ടെന്ന് തൻ്റെ സേവകന്മാരെ വിളിച്ചിട്ട് ഈ പരുന്തിനെ ഓടിച്ചു കളയാൻ പറഞ്ഞു. അങ്ങനെ സേവകന്മാരെല്ലാം കൂടെ വന്ന് ഈ പരുന്തിനെ വലിയ വടിയും കല്ലും ഒക്കെ കൊണ്ടുവന്ന് ഓടിച്ചു. പഞ്ചവർണ്ണക്കിളി രാജകുമാരിയുടെ മടിയിൽ നിന്ന് പോകാതിരിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ നേരം പഞ്ചവർണ്ണക്കിളി അവിടെ ഇരുന്നു. ഈ പരുന്തിനെ എല്ലാവരും കൂടെ ഓടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ രാജകുമാരി ഈ പഞ്ചവർണ്ണക്കിളി എടുത്ത് തൻ്റെ മേശയുടെ പുറത്തിരുത്തി. നല്ല ഭംഗിയുള്ളൊരു കിളിയായിരുന്നു. രാജകുമാരിയെ നോക്കിയിട്ട് അത് മനോഹരമായിട്ട് പാടാനും തുടങ്ങി. അപ്പോൾ ഒക്കെ അതിനെ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്വർണം കൊണ്ടൊരു കൂടുണ്ടാക്കിയിട്ട് ആ കൂടിനകത്ത് ഈ പഞ്ചവർണ്ണക്കിളി ഇട്ട് വെച്ചു. അതിനെ പാലും പഴവും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. എപ്പോഴും അവരുടെ വർത്തമാനം പറയാൻ തുടങ്ങി. അങ്ങനെ അവൾക്ക് ഈ പഞ്ചവർണ്ണക്കിളിയോട് ഭയങ്കര ഇഷ്ടമായി. പഞ്ചവർണ്ണക്കിളിയുടെ വേഷത്തുള്ള ഈ ജഗത് സിംഹനാണെങ്കിൽ ഈ രാജകുമാരിയോടും വലിയ ഇഷ്ടം തോന്നി. അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നും ജഗത് സിംഹന് തോന്നി. പക്ഷേ ഇപ്പോൾ തൻ്റെ ഉദ്ദേശം അതല്ലല്ലോ. തൻ്റെ മാതാപിതാക്കളെയും തൻ്റെ സഹോദരനെയും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്തണം, അവർക്ക് നല്ല ജീവിതം കൊടുക്കണം എന്നതൊക്കെയാണ് ഇപ്പോൾ ഉദ്ദേശം. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ പഞ്ചവർണ്ണക്കിളിയെ പൂട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് പറന്നു പോയില്ല എന്ന് രാജകുമാരിക്ക് ഉറപ്പായി. അതുകൊണ്ട് അവൾ അതിനെ പുറത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഓമനിക്കുക പതിവായി. ജഗത് സിംഹനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കൂട്ടിനുള്ളിൽ നിന്ന് പുറത്ത് കടന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജകുമാരി രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പഞ്ചവർണ്ണക്കിളിയുടെ കൂട് ശരിക്കും അടച്ചില്ല. അപ്പോൾ ജഗത് സിംഹൻ അതിനുള്ളിലൂടെ പുറത്ത് കടന്ന് തൻ്റെ മനുഷ്യരൂപം പ്രാപിച്ചിട്ട് അവിടെയൊക്കെ ചുറ്റും നടന്ന് കണ്ടു. അടുക്കളയിൽ പോയി ഭക്ഷണം എടുത്ത് കഴിച്ചു.
രാജകുമാരി എന്തോ ഒരു അനക്കം കേട്ട് നോക്കുമ്പോൾ കൂടിനുള്ളിൽ കിളിയില്ല. അവൾ വല്ലാതെ വിഷമിച്ചു പോയി. അപ്പോഴുണ്ട് തൻ്റെ മുറിയിൽ അതിസുന്ദരനായ ഒരു പുരുഷൻ ഇരിക്കുന്നത് കണ്ടു. അവൾ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അയാൾ പഞ്ചവർണ്ണക്കിളിയായിട്ട് മാറിയിട്ട് ആ കൂടിനുള്ളിൽ കയറിയിരുന്നു. പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് താൻ കൂട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് വെറും ഒരു പഞ്ചവർണ്ണക്കിളിയല്ല എന്ന് അവൾക്ക് മനസ്സിലായത്. ജയസിംഹൻ തൻ്റെ കഥ അവളോട് പറഞ്ഞു. അവൾക്ക് അവനോട് വലിയ സഹതാപവും ബഹുമാനവും ഒക്കെ തോന്നി. അപ്പോൾ ജയസിംഹൻ പറഞ്ഞു, എനിക്ക് അധിക ദിവസം നിൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. കാരണം ഉടൻ തന്നെ ഈ മഹാമാന്ത്രികനായ ഗുരു എന്നെ അന്വേഷിച്ച് വരും. വന്നാൽ അദ്ദേഹം എന്നെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അദ്ദേഹം ഏത് വേഷത്തിൽ വരുമെന്നൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പ്രതിഫലമായിട്ട് എന്നെ ചോദിക്കുകയാണെങ്കിൽ നീ കൊടുക്കരുത്. പിന്നെ നിർബന്ധമായിട്ട് ചോദിക്കുകയാണ്, മറ്റു മാർഗ്ഗമൊന്നും ഇല്ലയെന്ന് വരികയാണെങ്കിൽ നീ കൂട്ടിൽ നിന്ന് എന്നെ പുറത്തെടുത്തിട്ട് എൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്നു കളയണം. അപ്പോൾ ആരാണോ എന്നെ ചോദിക്കുന്ന ആൾ നിൻ്റെ കഴുത്തിലുള്ള മുത്തുമാല ചോദിക്കും. അപ്പോൾ നീ ആ മുത്തുമാല നിലത്തെറിഞ്ഞ് പൊട്ടിച്ച് കളയണം. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിൽ വലിയ മാന്ത്രികനായ ഒരാൾ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അയാൾ രാജാവിനെ ഒരുപാട് മന്ത്രവിദ്യകൾ ചെയ്ത് സന്തോഷിപ്പിച്ചു. വലിയൊരു കമ്പ് നാട്ടി നിർത്തിയിട്ട് അതിന് മേലെ നിന്നുകൊണ്ട് അയാൾ കുറേ വിദ്യകൾ കാട്ടി. അയാളുടെ കൂടെ കുറേ അധികം മാന്ത്രികരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ചേർന്ന് വലിയ വലിയ മാന്ത്രിക വിദ്യകൾ കൊട്ടാരത്തിൽ അവതരിപ്പിച്ചു. അപ്പോൾ അന്ന് കൊട്ടാരത്തിൽ കുറേ വിരുന്നുകാരുള്ള ദിവസമായിരുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ രാജാവിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ഇത് വലിയ സന്തോഷമായിട്ട് തോന്നി. അപ്പോൾ തൻ്റെ അതിഥികളെ ഇത്രയധികം സന്തോഷിപ്പിച്ച ഈ മായാജാലക്കാരന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം എന്ന് രാജാവ് നിശ്ചയിച്ചു. അദ്ദേഹം എന്താണ് വേണ്ടത് എന്ന് ഈ മാന്ത്രികനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, അങ്ങയുടെ മകളുടെ കയ്യിൽ ഒരു പഞ്ചവർണ്ണക്കിളിയുണ്ട്, അതിനെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഉടൻ തന്നെ തൻ്റെ സേവകന്മാരോട് അന്തഃപുരത്തിൽ ചെന്ന് മകളോട് ആ പഞ്ചവർണ്ണക്കിളി എടുത്തുകൊണ്ട് വരാൻ പറയാൻ പറഞ്ഞു. രാജകുമാരിയോട് ഈ പഞ്ചവർണ്ണക്കിളി ചോദിച്ചപ്പോഴേ അവൾക്ക് മനസ്സിലായി. നേരത്തെ അവൾക്ക് ജയസിംഹൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ പഞ്ചവർണ്ണക്കിളി ആർക്കും കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഈ മാന്ത്രികനോട് പറഞ്ഞു, എൻ്റെ മകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ആ കിളി, അവളെപ്പോഴും അതിനോട് സംസാരിക്കുന്നത് കാണാം, അവൾ അതിനോട് വലിയ ഇഷ്ടത്തിലാണ്, അതുകൊണ്ട് അതിനെ ചോദിച്ചാൽ അവൾ തരുമെന്ന് തോന്നില്ല, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ തരാം. അപ്പോൾ മാന്ത്രികൻ പറഞ്ഞു, എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് ആ കിളിയെ മാത്രം മതി. രാജാവ് വിചാരിച്ചു, ഇത്രയധികം സന്തോഷിപ്പിച്ച ഒരാൾ പകരമായിട്ട് ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ, മകൾക്ക് വേണമെങ്കിൽ പിന്നീട് എവിടുന്നെങ്കിലും പഞ്ചവർണ്ണക്കിളിയെ വാങ്ങിക്കൊടുക്കാം. അദ്ദേഹം വീണ്ടും ഭടന്മാരെ അന്തഃപുരത്തിലേക്ക് അയച്ചു. രാജകുമാരിയോട് ആ പഞ്ചവർണ്ണക്കിളിയെ എടുത്തുകൊണ്ട് സഭയിലേക്ക് വരാൻ പറഞ്ഞു. രാജകുമാരി അങ്ങനെ ഈ കിളിക്കൂടോടെ അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ മാന്ത്രികൻ്റെ മുന്നിലേക്ക് നിന്നു. എന്നിട്ട് ആ കൂടിനുള്ളിലേക്ക് കൈയിട്ട് ആ പഞ്ചവർണ്ണക്കിളിയെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് അയാളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ തരില്ല എന്നല്ലേ പറഞ്ഞത്, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ മാന്ത്രികൻ പറഞ്ഞു, ശരി, എനിക്ക് ഈ കിളിയെ ജീവനോടെ വേണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷേ കിട്ടിയില്ലല്ലോ, അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, രാജകുമാരിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല എനിക്ക് തന്നാൽ മതി. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മോളെ നിന്നിൻ്റെ മാല ഊരി അയാൾക്ക് കൊടുത്തേക്കൂ. രാജകുമാരി ഉടൻ തന്നെ ആ മാല ഊരി പൊട്ടിച്ച് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞതാ, ഈ മുത്തുകൾ വേണമെങ്കിൽ പെറുക്കി എടുത്തോളൂ, മാലയായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ആ ഉരുണ്ടുരുണ്ട് പോയ മുത്തുകളെല്ലാം പുഴുക്കളായിട്ട് മാറി. ആ പുഴുക്കൾ ആ കൊട്ടാരം മുറ്റത്താകെ ഓടി നടന്നു. പെട്ടെന്ന് ഉപാധ്യായൻ എന്ന ഈ ഗുരു ഒരു കോഴിയായിട്ട് മാറിയിട്ട് ആ പുഴുക്കളെല്ലാം കൊത്തിപ്പെറുക്കി വിഴുങ്ങാൻ തുടങ്ങി. ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ പുഴുവായിരുന്നു ജയസിംഹൻ. ജയസിംഹൻ പുഴുവിൻ്റെ വേഷം മാറ്റിയിട്ട് ഒരു കാട്ടുപൂച്ചയായിട്ട് തീർന്നു. എന്നിട്ട് കോഴിയായി തീർന്ന് പുഴുക്കളെ കൊത്തി തിന്നുകൊണ്ടിരുന്ന ഗുരുവിൻ്റെ കഴുത്തിന് പിടിച്ചു. ആ ഗുരുവിനെ അവിടുന്ന് രക്ഷപ്പെടാൻ മാർഗ്ഗമില്ലാതായി. പൂച്ച മുറുക്കി കടിച്ചു പിടിച്ചിരിക്കുകയാണ്. തന്നെ കൊന്നുകളയും എന്ന് തന്നെ അദ്ദേഹത്തിന് തീർച്ചയായും. അപ്പോൾ അദ്ദേഹം ശിഷ്യനോട് പറഞ്ഞു, നീ എന്നെ കൊല്ലരുത്, നിൻ്റെ മേലെ എനിക്കുണ്ടായിരുന്ന വിരോധമൊക്കെ മാറി, നീ എന്നെക്കാളും മിടുക്കനായി തീർന്നു, നിൻ്റെ പിതാവിനെ ചതിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി, എന്നിട്ടും എൻ്റെ വാശി കൊണ്ട് ഞാൻ നിന്നെ പരാജയപ്പെടുത്താൻ വന്നതാണ്, പക്ഷേ ഒരിക്കലും എനിക്ക് നിന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി, ഒരിക്കലും ഞാൻ നിന്നോട് ഇനി എതിർക്കാൻ പോകുന്നില്ല. ജയസിംഹൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങയെ എങ്ങനെ വിശ്വസിക്കും, അങ്ങയുടെ ഇത്ര കാലമുള്ള പ്രവൃത്തി ഒരിക്കലും അങ്ങയെ വിശ്വസിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതല്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ഒന്നുകൂടെ മുറുക്കെ കടിച്ചു. അപ്പോൾ ആചാര്യൻ ഉറക്കെ കരയാൻ തുടങ്ങി. രാജാവും രാജകുമാരിയും ഒക്കെ അപ്പോൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. രാജകുമാരി കഥകളെല്ലാം രാജാവിനോട് പറഞ്ഞു കേൾപ്പിച്ചു. ബാക്കി കഥ ജയസിംഹനും രാജാവിനോട് പറഞ്ഞു. രാജാവ് ഉപാധ്യായൻ എന്ന ഈ ഗുരുവിനോട് പറഞ്ഞു,
ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയൂ, നിങ്ങളുടെ ശിഷ്യൻ നിങ്ങളെ വിടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. മരണം മുന്നിൽ നിൽക്കുമ്പോൾ ആണല്ലോ മനുഷ്യർക്ക് വിവേകമുണ്ടാകുക. അതുകൊണ്ട് ഞാൻ ഇവനോട് മാപ്പ് ചോദിക്കാനല്ല, എൻ്റെ വേറെ മാർഗ്ഗമൊന്നുമില്ല. സർവ്വ അപരാധങ്ങളും പുറത്ത് ഇവൻ എന്നോട് മാപ്പാക്കി തരണമെന്ന് അങ്ങ് പറയണം. ജയസിംഹൻ പറഞ്ഞു, ഞാൻ അങ്ങേ പിടിയിൽ നിന്ന് മുക്തനാക്കാം, പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ സഹോദരനെ എനിക്ക് തിരിച്ചു തരണം. ഗുരു സമ്മതിച്ചു. അങ്ങനെ ഗുരു സിദ്ധാരാമൻ എന്ന ജയസിംഹൻ്റെ സഹോദരനെയും കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. രാജാവാണെങ്കിലോ ഈ കാഴ്ചകളെല്ലാം കണ്ട് അത്ഭുത പരതന്ത്രനായിപ്പോയി. അദ്ദേഹത്തിന് ജയസിംഹനെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ മകളെയും തൻ്റെ രാജ്യവും ജയസിംഹനെ ഏൽപ്പിച്ചു. തൻ്റെ മാതാപിതാക്കളെ കൂടി കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന ജയസിംഹൻ തൻ്റെ സഹോദരന് പിന്നീട് വീണ്ടും വിദ്യാഭ്യാസമൊക്കെ ചെയ്തു കൊടുപ്പിച്ച് അദ്ദേഹത്തിനെയും യുക്തനായ ഒരാളാക്കി തീർത്തു. പിന്നീട് വളരെ കാലം അദ്ദേഹം രാജകുമാരിയോടുകൂടി അവിടെ താമസിച്ചു. ഇഷ്ടമായോ അദ്ദേഹത്തിൻ്റെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.